CPIയുടെ നവീകരിച്ച ആസ്ഥാന മന്ദിരം ഈ മാസം 26 ഉദ്ഘാടനം ചെയ്യും. പഴയ കെട്ടിടത്തിൻ്റെ മുഖച്ചായ്ക്കൊക്കെ മാറ്റം വരുത്താതെയാണ് വലിയ കോൺഫറൻസ് ഹാളും ലിഫ്റ്റും അടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെ MN സ്മാരകം നവീകരിച്ചത്. കാൺപൂരിൽ പാർട്ടി രൂപീകരണ പരിപാടി ഉള്ളതുകൊണ്ടാണ് ദേശീയ ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കാത്തതെന്നും ഉദ്ഘാടനത്തിനായി വരാത്തതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട് പറഞ്ഞു. കേരളത്തിലെ CPIയുടെ അടയാളമാണ് MN സ്മാരകം. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആസ്ഥാന മന്ദിരം ലാളിത്യത്തിന്റെ പ്രതീകമായിരുന്നു. 60 കൊല്ലം പഴക്കമുള്ള കെട്ടിടം പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നവീകരിക്കാൻ കാനം രാജേന്ദ്രനാണ് മുൻകൈയെടുത്തത്. ₹10 കോടി ചെലവിട്ട് മുറികൾ, ലിഫ്റ്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരാൻ മിനി കോൺഫറൻസ് ഹാൾ, കൗൺസിൽ ചേരാൻ വലിയ ഹാൾ, കാർ പോർച്ച്, ക്വാർട്ടേഴ്സ്, മൾട്ടിമീഡിയ സംവിധാനത്തോടുള്ള മീഡിയ റൂം എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നവീകരണം. 26-ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഓഫീസ് തുറന്നു കൊടുക്കും. MN സ്മാരകത്തിൻ്റെ സഹജമായൊരു ലാവണ്യമുണ്ട്. ആ ലാവണ്യം ഈ സ്മാരകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൻ്റെ ആത്മാവതാണ്. പുതിയ കാലം ആവശ്യപ്പെടുന്ന കുറച്ചേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാനം രാജേന്ദ്രൻ്റെ സ്വപ്നമായിരുന്നു ഇത്. ആ സ്മരണയോട് നീതി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലായിരിക്കും ഇവിടുത്തെ ഹാൾ. ആസ്ഥാന മന്ദിരത്തിലെ ഉദ്ഘാടനത്തിന് ദേശീയ ജനറൽ സെക്രട്ടറി D രാജയെ വിളിക്കാത്തതിൽ പാർട്ടിയിൽ മുറുമുറുപ്പുണ്ട്. അതിൽ അടിസ്ഥാനമില്ലെന്നാണ് നേതൃത്വത്തിൻ്റെ പ്രതികരണം. കാൺപൂരിലെ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ജനറൽ സെക്രട്ടറി അതേ സമയത്ത് തിരുവനന്തപുരത്ത് പങ്കെടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വിചിത്രമായ ചിന്തയാണ്. എൻ്റെ വിശ്വാസം നിങ്ങളിവിടെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആരും അങ്ങനെ പറയാൻ വഴിയില്ല. അകത്തുള്ള ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിയോട് സ്നേഹമുണ്ടോ കൂറുണ്ടോ എന്ന് പാർട്ടി സാക്കൾ ചോദിക്കും. എല്ലാവർക്കും ബാധകമാണ്. നിറയെ മരങ്ങളും തണലുമുണ്ടായിരുന്ന MN സ്മാരകം നവീകരിച്ചപ്പോൾ അതെല്ലാം പോയി. മാവും പ്ലാവുമെല്ലാം വീണ്ടും നട്ടുവളർത്തുമെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഉറപ്പ്. 24 തിരുവനന്തപുരം.